അത് തന്നെയാണ് എന്ന് ആ തിരുത്തിന് തിരുത്തിയതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? എന്റെ ശബ്ദം ഇവിടെ ഇടക്ക് നല്ല മഴ വന്നിരുന്നു, നെറ്റിന് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ DC ആകുന്നുണ്ടോ എന്നും ഞാൻ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പോ അതാണ് ഇപ്പോ ഞാനത് പറയാനുള്ളൊരു കാരണം. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ ഞാനിപ്പോ ഈ വിഷയം എടുത്തിടാനുള്ള കാരണം, നേരത്തെ മുജാഹിദിന്റെ മൗലവിമാര് പറഞ്ഞിരുന്നത് തിരുത്തി, ആ തിരുത്തിയത് പിന്നെയും തിരുത്തി, ആ തിരുത്തിയതിനെ പിന്നെ തിരുത്തിയതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അങ്ങനെ അന്ന് നമ്മൾ മുജാഹിദിന്റെ കൂട്ടത്തിൽ ഒരു തിരുത്ത് ഗ്രൂപ്പിനെ നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ അവരിങ്ങനെ സജീവമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. തിരുത്ത് ഗ്രൂപ്പേര് സജീവമാണ് എന്ന് നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് അബ്ദുള്ള അവിടക്കാരൊക്കെ താഴെ ഉണ്ട്. എല്ലാവരും മുകളിൽ വന്നാൽ. പയ്യോളി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ട് ഉസ്താദ്? ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദിലേക്ക് മൈക്ക് ഞാൻ കൈമാറുകയാണ്. ഉസ്താദ്, ഞാനിപ്പോ പറഞ്ഞ വിഷയം അത് ഉസ്താദിന്റെ ശ്രദ്ധയിൽ കൂടി ഒന്ന് പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വെക്കാം. ഇപ്പൊ പറഞ്ഞ വിഷയം എന്താന്ന് വെച്ചാല്, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകളിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തറാവീഹിന്റെ റക്അത്ത് 11 റക്അത്തിനേക്കാൾ കൂട്ടൽ ബിദ്അത്താണ് എന്ന് മുജാഹിദുകൾ മുമ്പ് പറഞ്ഞിരുന്നു. 11 റക്അത്തിനേക്കാൾ കൂടുതൽ എണ്ണം നിസ്കരിക്കൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ ലക്കം മുജാഹിദിന്റെ ഇസ്ലാഹ് മാസികയിൽ, ആഗസ്റ്റ് ലക്കം പിന്നെ ഇസ്ലാഹ് മാസികയിൽ നബിതങ്ങൾ 11 റക്അത്ത് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ എങ്കിലും 11നേക്കാൾ കൂടുതൽ നിസ്കരിക്കൽ ബിദ്അത്താണ് എന്ന് ഇമാമിയങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബിദ്അത്താണെന്ന് പറയാൻ പാടില്ല. 11നേക്കാൾ കൂടിയാലും ബിദ്അത്തല്ല എന്ന് മുജാഹിദിന്റെ ഇസ്ലാഹിൽ എഴുതിയിരുന്നു. അത് നമ്മൾ ക്ലാസ് റൂമിൽ നന്നായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗമാണ് എന്ന് പരിചയപ്പെടുത്തുന്ന വിഭാഗം അവരിപ്പോ അവസാനമായി ആ എഴുതിയതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കൽ ബിദ്അത്താണ് എന്ന് ഇമാമിയങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അത് ബിദ്അത്തല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. 11നേക്കാൾ കൂടുതൽ നിസ്കരിക്കൽ ബിദ്അത്ത് തന്നെയാകുന്നു എന്ന് മുജാഹിദിന്റെ പുതിയ ലേറ്റസ്റ്റ് ആയ ഒരു ഫത്വയും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടാണ്. ബാക്കി പയ്യോളി ഉസ്താദ് കൈകാര്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ശ്രദ്ധയിൽ ആ വിഷയം ഒന്ന് പെടുത്തിയെന്നേ ഉള്ളൂ. ഉസ്താദ് ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണമെന്നുകൂടെ ഉസ്താദിനോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. താഴെയുള്ള എല്ലാവർക്കും മൈക്കിലേക്ക് വരാം. പ്രത്യേകിച്ച് അബ്ദുള്ള അടക്കാങ്ങര, അതുപോലെ ചർച്ചയിൽ സജീവമായി ഉണ്ടാകാറുള്ള പലരും താഴെയുണ്ട്. എല്ലാവരും മൈക്കിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തി. പയ്യോളി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ എനിക്ക് മൈക്ക് വിടാൻ എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട AHS ഉസ്താദ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ സംസാരിച്ചത്. മാഷാ അല്ലാഹ്. അത് മുജാഹിദിന്റെ നേതാക്കന്മാരൊക്കെ താഴത്ത് തന്നെ ഉണ്ട്. ഇപ്പോ ഉസ്താദ് പറഞ്ഞല്ലോ, അതില് നമ്മുടെ വടക്കാങ്ങരയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ വടക്കാങ്ങര വരികയാണെങ്കിൽ ഉസ്താദെ തറാവീഹ് അല്ല, നിങ്ങൾക്ക് അദ്ദുആഉൽ ഇബാദ വടക്കാങ്ങര ഇന്നലത്തെ ഒരു ചർച്ച ഉണ്ട്. വടക്കാങ്ങര അല്ലാത്ത ആര് വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തറാവീഹ് ചർച്ചയിലേക്ക് പോകാം. പക്ഷെ വടക്കാങ്ങര വരികയാണെങ്കിൽ ഉസ്താദ്
ഉസ്താദ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അദ്ദുആഉൽ ഇബാദ ഒരു ചർച്ച ഇന്നലത്തെ ബാക്കി കിടപ്പുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണം. വടക്കാങ്ങരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ വടക്കാങ്ങര? എന്നാ പിന്നെ ഒന്ന് റൈസ് ഹാൻഡിന്റെ മുകളിലേക്ക് വരി. നിങ്ങൾ ഇന്നലെ അദ്ദുആഉൽ ഇബാദയെ കുറിച്ച് എന്തായാലും പറഞ്ഞത്? പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന അല്ലേ? ഇന്നലെ നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ അർത്ഥം അങ്ങനെയായിരുന്നു. ഒന്നും കൂടി ഞാൻ കടുപ്പിച്ച് എല്ലാ വടക്കാങ്ങനെ നിങ്ങൾ മെതുവിയാണ്, അതിൻ്റെ ആയിരിക്കുന്ന ആ ഒരു ഇത് കീപ്പ് ചെയ്തുകൊണ്ടൊന്ന് ശരിയായ അർത്ഥം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ആ രണ്ടാമത്തെ അർത്ഥം മൂപ്പരുടെ പുതിയ അർത്ഥം രണ്ടാമത് മൂപ്പര് പറഞ്ഞു. ആ പ്രത്യേകമായ വിളി അതാണ് പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞു ഇല്ലേ? പറഞ്ഞിട്ടില്ലേ വടക്കാങ്ങനെ? ആദ്യം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥന അതാണ് ആരാധന എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. കടുപ്പിച്ച് ഒന്നും കൂടി ചോദിച്ചപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? ആ പ്രത്യേകമായ വിളിയാണ് ആരാധന നിങ്ങൾ പറഞ്ഞു. ആ ചർച്ച ഒന്ന് കണ്ടിന്യൂ ചെയ്യണ്ടേ? ഒന്ന് റൈസാൻഡി കെട്ടി വലിച്ചാ വരൂലട്ടാ. കണ്ടോ, മൂപ്പർക്കറിയാ ഈ പറയണതെല്ലാം കുടുങ്ങാനുള്ള പണിയാണെന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയാം. മൂപ്പർക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ കുടുങ്ങാനുള്ള ഇടപാടാണ്. അപ്പൊ വടക്കാങ്ങര ഏതായാലും വരൂല. വടക്കാങ്ങര വരികയാണെങ്കിൽ നമുക്ക് ആ ചർച്ച കണ്ടിന്യൂ ചെയ്യണം. അപ്പോ ബഹുമാനപ്പെട്ട ഏതായാലും വടക്കാങ്ങര വന്നിട്ടുണ്ട്. വടക്കാങ്ങര നിങ്ങൾ പറഞ്ഞോളി, എന്താണ് ആ അദ്ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞോളി ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. കേട്ടില്ല? അത് പോയി, ഫൂന്നും പറഞ്ഞ് അത് പോയി, അത്രേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പൊ വിളിച്ചത് കൊണ്ട് മൂപ്പര് വന്നതാ. പിന്നെ വന്നപ്പോ ഒരറ്റ ഫൂന്ന് കേട്ടിന് പിന്നെ അറ്റ പോവുക. ഇനിയിപ്പോ വരും, പിന്നെയും വരും. വന്നിട്ട് ഈ കളിയാണെങ്കിലും ഒന്നും നടക്കൂല. മര്യാദക്ക് വന്നിട്ട് ചർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ തയ്യാറായിക്കോളി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ന് ഇതുവരെയും ലോക മുസ്ലിമീങ്ങൾ തറാവിയഹ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളിൽ ഒരാൾ പോലും 20-ൽ കുറഞ്ഞ തറാവിയഹ് പഠിപ്പിച്ചിട്ടും ഇല്ല. ശരിക്കും ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇമാമിങ്ങളിൽ ഒരാൾ പോലും 20-ൽ കുറഞ്ഞ തറാവിയഹ് പഠിപ്പിച്ചിട്ടില്ല. ഇത് ആരടക്കം പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അബൂബക്കർ നസാഫ് അടക്കം തൊള്ള തുറന്ന് നന്ദിയിൽ വെച്ച് പറഞ്ഞതാണ് അല്ലെ? നിങ്ങളൊക്കെ കേട്ടതല്ലേ അത് അല്ലേ? 4 ഇമാമിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളും കാലം ഇതുവരെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവരാണ് എന്ന് അബൂബക്കർ നസാബ് അടക്കമുള്ള മൗലവിമാര് എല്ലാരും അത് അംഗീകരിക്കുന്നുണ്ട്. എന്ത്? ഇമാമിങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ന് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ലോക മുസ്ലിമീങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിൽ തറാവീഹ് എന്ന നിസ്കാരം 20-ൽ കുറഞ്ഞ ഒരു തറാവീഹ് അറിയപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കണേ. ഇനി ഇത് ആദ്യമായി പണ്ടൊക്കെ മുജാഹിദീങ്ങൾക്കും തറാവീഹ് 20 തന്നെയായിരുന്നു. ഏത് തറാവീഹ് പരിപൂർണമായ തറാവീഹ് 20 റക്അത്ത് തന്നെയായിരുന്നു പണ്ടൊക്കെ മുജാഹിദീങ്ങൾക്ക്. പിന്നെ ഒരു മാറ്റി 8-നെക്കാളും കൂടുതലായാലും ബിദ്അത്താണ് എന്ന് പറഞ്ഞു. ഇപ്പോ ബഹുമാനപ്പെട്ട എച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ ആ ബിദ്അത്താണെന്ന വാദത്തിൽ നിന്ന് വീണ്ടും മാറി. ഏത്? ബിദ്അത്താണെന്നും പറയാൻ പറ്റൂല. അപ്പൊ പിന്നെന്താ? ബിദ്അത്ത് അല്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് സുന്നത്താണ്. അങ്ങനെ തന്നെയല്ലേ? 20-ൽ കുറഞ്ഞ 8-ൽ കൂടുതലുള്ള തറാവീഹ് ബിദ്അത്താണ് എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാ പിന്നെ സുന്നത്താണ് എന്ന് പറയാം എന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ മഫ്ഹൂം? അങ്ങനെ തന്നെയേ വരുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ലോക ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് 11-നെക്കാളും കൂടുതൽ തറാവീഹ് നിസ്കാരം ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ, എന്റെ അറിവിലാണ് ഞാൻ പറഞ്ഞത്, സംസാരിക്കുന്നത് എന്റെ അറിവിൽ. ലോക ചരിത്രത്തിൽ ഒരു വ്യക്തി മാത്രമാണ്. ആ വ്യക്തിയാണോ? ആണെങ്കിലോ ഒരു ഷെയ്ഖും മദ്കൂറേ അല്ല. ദീനുൽ ഇസ്ലാമിന്റെ കാര്യം പറയാൻ ആ വ്യക്തിയാണെങ്കിൽ ഒരു ഷെയ്ഖും മദ്കൂറും അല്ല.
ആരാണ് ആ വ്യക്തി? അറിയുന്ന ആൾക്കാരൊന്ന് അടിച്ചാട്ടെ. ഒരാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? 11-നെക്കാളും കൂടുതൽ തറാവീഹ് നിസ്കരിക്കൽ ബിദ്അത്താണ്. ആ വ്യക്തി ആർക്കറിയാം? ഇത് ലോക മുസ്ലിം ചരിത്രത്തിൽ എന്റെ കണ്ണിൽ പെട്ടെടുത്തോളാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എല്ലാം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. എന്റെ കണ്ണിൽ പെട്ടെടുത്തോളം ഒരേ ഒരു വ്യക്തിയാണത് പറഞ്ഞിട്ടുള്ളൂ. അതാരാണ്? അറിയുന്ന ആൾക്കാർ ഒന്ന് അടിച്ചോളി. അടിച്ചോളി. നിങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങളുടെ പ്രതികരണം ആണ് പ്രതീക്ഷിക്കുന്നത്. ആരാണ്? അബ്ദുസലാം സുഗ്ലൈമി അടിച്ച ആൾക്കാരുണ്ട്. വേഗം നോക്കി. അല്ല, ശബ്ദം കേൾക്കുന്ന ആൾക്കാരൊന്ന് പ്രതികരിക്കും മനുഷ്യന്മാരെ. അല്ലാതെ എങ്ങനെയാ മനസ്സിലാവുക? നിങ്ങളുടെ ഈ വിഷയം തിരിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ടാ ചോദിക്കുന്നത്, ആരാണ് അങ്ങനെ പറഞ്ഞത്? 11-നെക്കാളും കൂടുതൽ തറാവീഹ് നിസ്കരിക്കല് ബിദ്അത്താണ് എന്ന് പറഞ്ഞ ലോക ചരിത്രത്തിലെ ഒരാള് ആരാണ് ആ വ്യക്തി? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ജനാബ് അൽബാനി സാഹിബാണ് കേട്ടോ. കേട്ടോടെ, ജനാബ് അൽബാനിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ടുള്ളൂ. അൽബാനിക്ക് മുമ്പോ ശേഷമോ ഉള്ള മറ്റു മുജാഹിദീങ്ങളാരും ആ അഭിപ്രായം വഹാബികളാരും പറഞ്ഞിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. മുമ്പോ ശേഷമോ ഉള്ള മുജാഹിദി വഹാബി മൗലവിമാരാരും ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അൽബാനി സാറ് മാത്രം പറഞ്ഞ ഒരു അഭിപ്രായമാണ് 11-നെക്കാളും കൂടുതലാക്കല് ബിദ്അത്താണ്. അൽബാനി 999 തോന്നുന്നു. എന്റെ ഓർമ്മ 999 തോന്നുന്നു മരണപ്പെട്ട. ജോർഡാനിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ സലാം സുല്ലമിനെ പോലൊക്കെ ഒരു മൗലവിയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ സലാം സുല്ലമിനെ പോലൊക്കെ ഉള്ള ഒരു മൗലവിയാണ്. ഒന്നിനും കൊള്ളാത്തൊരു മൗലവി. അയാളാണ് ഈ നാസിറുദ്ദീൻ അൽബാനി എന്ന് പറഞ്ഞ ആള്. അയാൾക്ക് ഒരു വിവരവും ഇല്ലാതെ മുമ്പ് സംസാരിച്ച ഒരു വിവരക്കേടാണ് 11-നെക്കാളും കൂടുതലുള്ള തറാവീഹ് ബിദ്അത്താണ് എന്ന ഒരു വാദം അദ്ദേഹമാണ് ആദ്യമായി സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റുള്ള ആളുകളൊക്കെ വഹാബികളുടെ തലവൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞത്? ശരിക്കും ശ്രദ്ധിക്ക്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള വഹാബി തലവന്മാരൊക്കെയും പറഞ്ഞിരിക്കുന്നത് സ്വലാത്തു തറാവീഹി സുന്നത്തും മുഅക്കദ സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുൻസബു ഇലാ ഉമറ ലിഅന്നഹു ജമഅ الناس على ابي بن كعب والمختار عند احمد 20 ركعه وبه قال الشافعي ومالك 36 ولنا. ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദ് മൗലവിമാരോട് പറയാ, വലന നമുക്കുള്ള രേഖ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തആല അൻഹു ലമ്മാ ജമഅ الناس على ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി കാന യുസല്ലി ബിഹിം 20 റക്അ 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. എന്താ? ഇതാണ് വഹാബികളെ നമുക്കുള്ള രേഖ എന്ന് പറഞ്ഞിട്ട് ആരാ പറയുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ എന്താ? വഹാബി നിങ്ങൾക്കുള്ള രേഖ, ഞങ്ങളെ രേഖ നിങ്ങൾ ഏതായാലും പറയണ്ട. അത് ഞങ്ങൾക്ക് എന്നറിയാം. ഞങ്ങളെ ഇമാം നിങ്ങൾ പറയും. ഏതായാലും നിങ്ങളെ ഇമാമ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പോലും പറഞ്ഞത് എന്താണ്? 20 റക്അത്താണ്. അതാണ് നമുക്കുള്ള രേഖ. എന്താ? ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. പിന്നെ സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം മൂപ്പരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു ജബരീൻ പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. 20 റക്അത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എല്ലാ ആളുകളും പറഞ്ഞിരിക്കുന്ന ഈ വിഷയം തന്നെയാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു 11 റക്അത്ത് തറാവീഹിനെക്കാളും കൂടുതൽ ബിദ്അത്താണ്. പിന്നെ ഒരാള് 2 റക്അത്തും തറാവീഹും 1 റക്അത്ത് വിത്ർ നിസ്കരിച്ചാൽ ഓന്റെ തറാവീഹ് ശരിയാവൂലേ? ശരിയാവും. 2 റക്അത്തേ ഒരാൾക്ക് കഴിയുള്ളൂ.
എങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് 1 റക്അത്ത് വിത്തറും കൊണ്ട് നിർത്തിക്കോട്ടെ, നമുക്ക് പരാതിയൊന്നുമില്ല. നമ്മളപ്പോഴും പറയൂല അത് ബിദ്അത്താണ്, നമ്മളപ്പോഴും പറയൂല. കാരണം എന്താ? പരിപൂർണമായ തറാവീഹ് 20ഉം 3ഉം ആണ്. ഇനി ഒരാൾക്ക് കഴിയൂല, സാഹചര്യം, ശാരീരികം, എന്തെങ്കിലുമൊക്കെ പ്രയാസം കൊണ്ട് അതിനേക്കാളും കുറച്ചേ അദ്ദേഹം നിസ്കരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നിസ്കരിക്കുന്നുള്ളൂ എങ്കിൽ അത് കുഴപ്പമില്ല. ഇത് പ്രശ്നം കിടക്കുന്നത് 11-നേക്കാളും കൂടുതൽ ബിദ്അത്താണെന്ന് പറയുമ്പോഴാണ്. ഇതിന് ഇവര് ന്യായം പറയുന്നത് എന്താ? ശരിക്കും ശ്രദ്ധിക്കണം. ഇതിന് ഇവര് ന്യായം പറയുന്നത് എന്താ? 11 റക്അത്തിനേക്കാളും തറാവീഹ് കൂട്ടാൻ പാടില്ല എന്നുള്ളതിന് ന്യായം പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? അടിക്ക് നിങ്ങൾ നമ്മളെ മറ്റേ ഇയാളോട് ഭാഷ പറഞ്ഞാല് അല്ലേ, എന്താ അബൂബക്കർ നസാറിന്റെ ഭാഷ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. എന്താണ് ഇവര് ന്യായം പറയണത്? എന്താണ് 11 റക്അത്തിനേക്കാളും കൂടുതലാക്കാൻ പാടില്ല എന്നുള്ളതിനുള്ള ന്യായം? ആർക്കും അറിയില്ല. കുറച്ചാണ് ഇത്രയും കാലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11-നേക്കാളും കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായില്ല? 11-നേക്കാളും കൂടുതൽ നിസ്കരിച്ചിട്ടില്ല ഇവര് പറയുന്നതാണ്. മനസ്സിലായില്ലേ? എന്താണ് ഇവർ പറയുന്നത്? വഹാബി പറയാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11-നേക്കാളും കൂടുതൽ മാകാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി എന്ന ഹദീസ് ഉണ്ട്. 11-നേക്കാളും കൂട്ടിയിട്ടില്ല. ഈ ഹദീസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു സഫാഹത്തായത്. കാരണം ഈ പറഞ്ഞ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മദീനത്തെ പള്ളിയുടെ ഓരത്ത് ജീവിക്കുമ്പോഴാണ്, ശരിക്കും ശ്രദ്ധിക്ക്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റാവി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മദീനത്തെ പള്ളിയുടെ ഒരൊറ്റ വിരിക്കപ്പുറം താമസിക്കുമ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ 20 റക്അത്ത് നിസ്കരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, 20 റക്അത്ത് നിസ്കരിപ്പിക്കുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അപ്പുറത്തന്നെ ഉണ്ട്. അപ്പോഴാണ് ഈ സംഭവം. എന്നിട്ട് ആയിഷ ബീബി പറഞ്ഞോ, ഉമറേ എന്താ മക്കാനെ യസീദ് അറിയില്ലേന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം എന്താ? ആയിഷ ബീബി പറഞ്ഞത് എന്താന്ന് ആയിഷ ബീവിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ പറഞ്ഞത് തറാവീഹിനെ കുറിച്ചെല്ലാം. തറാവീഹിനെ കുറിച്ചാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അപ്പം പറയില്ലേ, സ്റ്റോപ്പ് എന്ന് പറയില്ലേ? പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയോ ആ കാലഘട്ടത്തിന് ശേഷമുള്ള എത്ര ഇമാമിയങ്ങൾ, കോടിക്കണക്കിന് ഇമാമിയങ്ങൾ കഴിഞ്ഞു പോയി, ഒരാളും പറഞ്ഞില്ല നബി 11 റക്അത്തെ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 11-നേക്കാളും കൂടുതൽ ബിദ്അത്താന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞില്ല. കാരണം ഓരൊന്നും ഈ മഹാകാല യസീദ് കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച്, എത്ര മുഞ്ചുള്ള വർത്താനം ഇത്. ബുദ്ധിയുള്ളവരെ വിശ്വസിക്കാനുള്ള വർത്താനം തന്നെയല്ലേ. കോടിക്കണക്കിന് ഇമാമിയങ്ങൾ അതിന് ശേഷം കഴിഞ്ഞു പോയി. ഇവരാരും ആയിഷ ബീവിന്റെ ഈ ഹദീസ് ഉണ്ടല്ലോ മാക്കാനെ ചെയ്തു കണ്ടില്ല. എന്തൊരു രസ. ഇതൊക്കെ അംഗീകരിച്ച് കൊടുക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ ആരായിരിക്കണം? മുജാഹിദിന്റെ ഈ വാദം നമ്മൾ അംഗീകരിച്ച് കൊടുക്കണമെങ്കിൽ നമ്മളെ ബുദ്ധിയൊക്കെ KNM ഓഫീസിലെത്താൻ പണയപ്പെടുത്തേണ്ടി വരും. കാരണം ലോക ചരിത്രത്തിൽ ഒരാളും പറയുന്നില്ല ഈ ഹദീസ് കണ്ടിട്ട് 11-നേക്കാളും കൂടുതൽ ബിദ്അത്താണ്, നബി 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്. ആ ഹദീസ് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യും. കേസം ഉസ്താദെ അർജന്റ് ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോ മൈക്കിന്? ആ ഹദീസ് കയ്യിൽ ഉള്ളവരാരും അത്യാവശ്യം ഉണ്ട് എന്ന് കേസം ഉസ്താദ്. അപ്പോഴത്തേക്ക് ആ ഹദീസ് ഒന്ന് കണ്ടെത്തിയിട്ട് പ്ലീസ് ഒന്ന് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാന് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞത് ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഹദീസ് എന്നോട് ചോദിക്കരുത്, ചിലപ്പോൾ ഞാൻ DC ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ്. ഇങ്ങനെ ഒന്ന് അബൂദാബിദിലില്ല.
ഉള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹസൻ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് 20 രാത്രി നമസ്കരിക്കുകയായിരുന്നു. ഇവിടെ 20 രാത്രി എന്നത് 20 റക്അത്താക്കി മാറ്റിയതാണ് നിങ്ങൾ. അപ്പൊ ഇനി ബാക്കിയുള്ള ഹദീസുകളൊന്നും എന്നോട് ചോദിക്കരുത്, ചിലപ്പോൾ DC ആവും. അപ്പൊ അതിന്റെ പേരിൽ ഉസ്താദ് അതൊന്ന് വിശദീകരിച്ച വളരെ റാഹത്തായിരുന്നു. 2008 നിന്നാണ് ഞാൻ വായിക്കുന്നത്. കരീമ് വായിച്ചത് പോലെ എനിക്ക് പഠിച്ചിട്ടുണ്ട്. കരീമ് വായിച്ച പോലെ ഞാനും വായിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വായിച്ച പോലെ ഞാനും വായിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നിങ്ങള് DC ആവണ്ട, ഞാനിട്ട് ചോദിക്കാനും പോണില്ല. കിട്ടാവുന്നതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പതേ കിട്ടാവുന്നതല്ലേ ചോദിക്കാൻ വകുപ്പുള്ളൂ. അതുകൊണ്ട് ഞാനിട്ട് ചോദിക്കണമല്ലോ ഉസ്താദെ. നിങ്ങളിട്ട് DC ആവണ്ട. കാരണം എന്താ പറയുക, പാച്ച നോണ ഇങ്ങനെ പറയന്നെ മൗലവിമാര് അടിച്ചു വിട്ടതാ ഇപ്പൊ KSM ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം മാറിപ്പോ. ഞാൻ ഈ നുണ പറച്ചല് മുജാഹിദ് മൗലവിമാര് മാത്രമല്ല, ഇപ്പൊ നുണ പറയാൻ കുറെ ദജ്ജാലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ജുംല പറയാൻ ഞാൻ ശരിക്കും ശ്രദ്ധിക്കും. ഇന്നലെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു അല്ലേ? ഇന്നലെ നന്നായിട്ടൊരു ചർച്ച പിന്നെ AJS ഉസ്താദൊന്നും ഇന്നലെ ഇല്ലാതെ പോയി. ഏതായാലും പറയാ, അത് ഇപ്പോ കാക്കക്ക് വെച്ചത് കൊണ്ടത് കൊക്കിനാന്ന് പറഞ്ഞ മാതിരിയാണുള്ളത്. നമ്മളിപ്പോ ആ ത്വരീഖത്തുൽ ഹിമാരിയനെ ഉദ്ദേശിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് സത്യത്തിൽ ത്വരീഖത്തുൽ ഹിമാരിയനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ കൊണ്ടത് ഇപ്പൊ കൊക്കിനാണ്, കാക്കക്ക് വെച്ചത് കൊണ്ടത് കൊക്കിനാന്ന് പറഞ്ഞ മാതിരി ആകെപ്പാട് ഒരു വെപ്രാളാണ് എല്ലാ ഭാഗത്തും ഇപ്പൊ ഉള്ളത്. അതിന്റെ പ്രതികരണങ്ങളും പ്രകടനങ്ങളും ഒക്കെ വെളിവായി തുടങ്ങി. ആർക്ക് കൊണ്ടാലും വേണ്ടില്ല ഹക്ക് പറയുന്നു, വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കൂ. കൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരോട് കൂടെ നിൽക്കൂ. എന്നാൽ ഇങ്ങനെ വിറക്കേണ്ടി വരില്ല നിങ്ങൾക്കാർക്കും. ഏതായാലും ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ, ബഹുമാനപ്പെട്ട AJS ഉസ്താദ് തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ശരിക്കും ശ്രദ്ധിക്കണം. ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം. മുജാഹിദ് മൗലവിമാരുടെ ഈ കള്ളക്കളി പൊളിച്ചു തരാം. കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന. ചോദ്യം എന്താണ്? ചോദ്യം അക്ഷരം പ്രതി പഠിച്ചോളി. എന്താണ് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്? കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ? ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? ഫീ റമളാന, റമളാനിൽ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. ഇനി ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മറുപടി ശരിക്കും ശ്രദ്ധിക്കണേ. ഖാലത്ത്, ആയിഷ ബീവി പറയാ, മാ കാന യസീദു ഫീ റമളാന. റമളാനിൽ നബി തങ്ങൾ യാസ്തിയാക്കാറില്ല, കൂടുതലാക്കാറില്ല. വലാ ഗൈരിഹി, റമളാൻ അല്ലാത്ത മാസങ്ങളിലും നബി കൂടുതലാക്കാറില്ല. അലാ 11 റക്അ, 11 റക്അത്തിനേക്കാൾ റമളാനിലോ അല്ലാത്ത മാസങ്ങളിലോ നബി തങ്ങൾ കൂടുതലാക്കാറില്ല. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹദീസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒന്നും കൂടി ആ AJS ഉസ്താദ് അടിച്ചിരിക്കുന്നത്, വേണമെങ്കിൽ ഒരു വേർഡിന്റെ ഫയല് തുറക്കുക, എന്നിട്ട് അതിലേക്ക് കോപ്പി ചെയ്ത് വെക്കൂ. ഞാൻ ശ്രോതാക്കളെയാണ് പരിഗണിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട AJS ഉസ്താദ് ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹദീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വേർഡ് ഫയല് തുറന്നിട്ട് ഒരു ബ്ലാങ്ക് വേർഡിന്റെ ഫയല് തുറക്കുക.
അതിലേക്കൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ വായിക്കുന്ന പദങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. കാരണം ഇനി കുടുങ്ങരുത്, മുജാഹിദ് മൗലവിമാരുടെ ഈ വഞ്ചനയിൽ പെട്ടുപോകരുത്. അതിനാണ് പറഞ്ഞത്. എന്താ ചോദ്യം? അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര്, അന്നഹു സഅല ആയിഷത, ആയിഷ ബീവിയോട് ബഹുമാനപ്പെട്ടവര് ചോദിച്ചു. എന്ത്? കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന. ശ്രദ്ധിക്കണേ. കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാന. റമളാനിൽ, അറബി അങ്ങനെയാണ് വായിക്കേണ്ടത്. ലാസ്റ്റിൽ നിന്ന് ആദ്യത്തിലേക്കാണ് അർത്ഥം പറയാം എപ്പോഴും. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. ഖാലത്ത്, ആയിഷ ബീവി മറുപടി പറയുകയാണ്. ഖാലത്ത്, മഹദി അവർകൾ പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാന, റമളാനിൽ നബി തങ്ങൾ അധികരിപ്പിച്ചിട്ടില്ല. മാ കാന യസീദു ഫീ റമളാന, റമളാൻ മാസത്തിൽ നബി തങ്ങൾ അധികരിപ്പിച്ചിട്ടില്ല. വല ഗൈരിഹി, മറ്റു മാസങ്ങളിലും. മറ്റുള്ള മാസങ്ങൾ അല്ലാത്ത 11 മാസം ഉണ്ടല്ലോ, ആ 11 മാസങ്ങളിലും നബി തങ്ങൾ അധികരിപ്പിച്ചിട്ടില്ല. അല 11 റക്അ, 11 അഥവാ 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? ഹദീസിന്റെ അർത്ഥം മനസ്സിലായല്ലോ, ശരിയല്ലേ? ഇനി മനസ്സിലാവാത്തവര്, ഹദീസിന്റെ അർത്ഥം മനസ്സിലാവാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചോളി. മനസ്സിലായിട്ടില്ലെങ്കിൽ വേഗം ഇപ്പൊ പറയണം, എന്നാൽ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. കാരണം ഇതൊരു രസകരമായ ഹദീസാണ്. മുജാഹിദ് മൗലവിമാർക്ക് റമളാൻ ഈ തറാവീഹ് 11 ഹദീസപ്പത്. ഇനിയാണ് നമ്മളെ വിഷയത്തിലേക്ക് അവിടെ കടക്കാൻ പോകുന്നത്. കേട്ടോളെ. ചോദ്യം എന്തായിരുന്നു? റമളാനിലെ നബിയുടെ നിസ്കാരത്തിന്റെ രൂപത്തെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? റമളാനിൽ നബി 11 യാസ്തിയാക്കാറില്ല. ഇവിടെ രാത്രി എന്നുള്ളൊരു പദം ഈ ഹദീസിൽ കാണുന്നുണ്ടോ നിങ്ങള്? രാത്രി എന്ന ഒരു പദം റമളാൻ രാത്രിയിലെ നിസ്കാരത്തെ കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു എന്ന് കാണുന്നുണ്ടോ? അതിന്റെ രൂപം എങ്ങനെയാണെന്നുണ്ടോ? ഇല്ലല്ലോ. റമളാനിലെ രാത്രിയിലെ നിസ്കാരത്തിനെ കുറിച്ച് ആണോ ഈ പറയുന്നത്? ചോദ്യം അങ്ങനെയാണോ? അല്ല. ചോദ്യം എങ്ങനെയാണ്? റമളാനിൽ നബിയുടെ നിസ്കാരത്തിന്റെ രൂപമാണ് ചോദിച്ചത്, അല്ലേ? ശ്രദ്ധിക്കുക. റമളാൻ എന്ന് പറഞ്ഞ വെറും രാത്രിയാ? അല്ല, രാത്രിയും പകലും അടങ്ങിയതാണ് റമളാൻ. അപ്പൊ റമളാനിലുള്ള നബിയുടെ നിസ്കാരത്തിന്റെ രൂപമാണ്. അവിടെ രാത്രി ഇല്ല, രാത്രിയിലുള്ള നിസ്കാരം ആ ഹദീസിലില്ല. ഇനി റമളാൻ ഒരു മാസാണല്ലോ, ഒന്നിരിക്കൽ 29 അല്ലെങ്കിൽ 30, അല്ലേ? ആ ഒരു മാസത്തിലുള്ള നബിയുടെ നിസ്കാരത്തിന്റെ രൂപമാണ് ചോദിക്കുന്നത്, അല്ലേ? ഒന്നിരിക്കൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റിലേക്ക്, ആ ഒരു മാസത്തിൽ നബിയുടെ നിസ്കാരത്തിന്റെ രൂപമല്ലേ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ? അല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ പറയും. അതിനല്ലേ ഞാൻ ഹദീസ് കോപ്പി ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞത്. ഹദീസിന്റെ ലഫ്ളടക്കം പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം 1 by 1 ആയിട്ട് പറഞ്ഞു. ആ റമളാൻ എന്ന ഒരു മാസത്തിൽ നബിയുടെ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണെന്നാ ചോദ്യം. അപ്പോഴാണ് ആയിഷ ബീവി പറയുന്നത്, റമളാൻ എന്ന ഒരു മാസത്തിലാവട്ടെ മറ്റുള്ള 11 മാസങ്ങളിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തിനേക്കാൾ കൂട്ടിയിട്ടില്ല. ഹദീസ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഹദീസ് മനസ്സിലായത്? ഇമാമിങ്ങളെല്ലാം ബാക്കി ഈ ഹദീസിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? രാത്രിയുള്ള ചോദ്യം ഇല്ല, ഒന്നുമില്ല. അവിടെ റമളാൻ ഒരു മാസം നബി എത്രയാ നിസ്കരിച്ചത്? 11 റക്അത്ത് മാത്രാണ്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഹദീസ് കിട്ടുക? ഇമാമിങ്ങളെല്ലാം കൂടി നമുക്ക് ഹദീസ് സഹിഹായി വന്ന പിന്നെന്തിനാടോ ഒരു ഇമാമിനെ പിന്തുടരുന്നു? മുജാഹിദിന്റെ ചോദ്യം ഇങ്ങോട്ട് കേൾക്കുമ്പോ വലിയ സംഭവമൊക്കെ തന്നെ. പക്ഷെ കൊണ്ടുവരുന്ന ഹദീസോ, ആ ഹദീസിനെ തുറച്ചു നോക്കുക കണ്ണിലേക്ക്. ശരിക്കും ശ്രദ്ധിക്ക്.
റമദാനിലാവട്ടെ അല്ലാത്ത മാസത്തിലാവട്ടെ 11 റക്അത്തിനെ കൂടുതൽ നബി നിസ്കരിച്ചിട്ടില്ല. ഈ ഹദീസിനെ വിട്ട് ആകെ നബി റമദാനിലും അല്ലാത്ത മാസങ്ങളിലും 11 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന്. ഒരു ദിവസം ഫർദ് നിസ്കരിച്ചാൽ തന്നെ കിട്ടും 17 റക്അത്ത്. അപ്പൊ നബിക്ക് ആകെ 11. ഇമാം ഇങ്ങനെ തള്ളുമ്പോ ഈ ഹദീസിന് കിട്ടുന്ന കോലാപ്പതേ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എനിക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലായി. അല്ല മൊയ്യാരെ, അവിടെ രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് ചോദിച്ചത്. ആര് പറഞ്ഞു ആ ഹദീസിനെ കാണിച്ചോണ്ടാ രാത്രിയാണ്? മൊയ്യാരെ അങ്ങനൊന്നല്ല, ഇത് അത് ഫർദയിൽ പെടില്ല. നിങ്ങളോട് ആരും പറഞ്ഞു? അതുകൊണ്ട് കാണട്ടെ, ഹദീസിലുണ്ട് അത് ഫർദില്ല, ഫർദ് കൂടാതെ 11 അങ്ങനെ ഉണ്ടോ? എന്നാ പിന്നെ റവാത്തിബ് ഒന്നും പെടൂലേ? റവാത്തിബൊക്കെ വേറെ, അതൊക്കെ എവിടെ ഹദീസിൽ? ആ ഹദീസിൽ അതൊന്നും ഇല്ല. അത് ശരി. അപ്പൊ നിങ്ങളെ കൊണ്ടുവരുന്നതിന് രേഖ എന്താണെന്ന് അറിയോ? നബി ആകെ 11 റക്അത്തെ ഒരു മാസം നിസ്കരിച്ചിട്ടുള്ളൂ എന്നേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കൊണ്ടുവരുന്ന ഹദീസ് തന്നെ നിങ്ങൾക്ക് രേഖയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ആടിനെ പട്ടിയാക്കല്ലേ? ഇവിടെ ആടും പട്ടിയൊന്നുമില്ല. ഹദീസിന്റെ ബാഹ്യമായ ഇമാമിങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇമാമിങ്ങളെല്ലാം നമുക്കണ്ട് തള്ളി വെച്ചിട്ട് നമ്മൾ ഹദീസിനെ പറ്റിയുള്ള ഒരു ചർച്ച അണ്ട. അപ്പൊ ഒരു ദിവസം എത്ര ഉണ്ടാവും നബി നിസ്കരിച്ച സുഹൃത്തുക്കളെ? 30 ദിവസം. ഒരു ശരാശരിയിൽ വെച്ച് നമുക്ക് കൂട്ടുക. ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കി. 30 ഡിവൈഡഡ് 11 ഡിവൈഡഡ് 30 ഒന്ന് അടിച്ചു നോക്കി. അല്ല, 30 ഡിവൈഡഡ് 11 അല്ലേ? അങ്ങനെ അല്ല, 11 ഡിവൈഡഡ് 30. 11 റക്അത്തെ നബി നിസ്കരിച്ചിട്ടുള്ളൂ ഒരു മാസം. അത് ഒരു ദിവസമാണോ 2 ദിവസമാണോ അങ്ങനെയൊന്നുമല്ല, ഒരു മാസം. അപ്പൊ 11 ഡിവൈഡഡ് 30 ദിവസത്തേക്ക് ഒരു ദിവസം ഒരു റക്അത്ത് പോലും നബിക്കില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ 30 റക്അത്ത് വേണണ്ട അല്ലേ? അങ്ങനെ തന്നെ അല്ലേ നിന്റെ കണക്ക് ഇല്ലേ? എത്രയാണുള്ളത്? 1/2 റക്അത്ത് പോലും ഇല്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ 15 റക്അത്ത് വേണല്ലോ. നബി ഒരു ദിവസം 1/2 റക്അത്ത് പോലും നിസ്കരിച്ചിട്ടില്ല എന്ന് ഈ ഹദീസ് ഇമാമിങ്ങളെ തള്ളിയിട്ട് പിടിച്ചാൽ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുണ്ടോ? ഇമാമിങ്ങളെ തള്ളിയിട്ട് ഹദീസ് പിടിച്ചാൽ കിട്ടുന്നതാ ഞാൻ പറഞ്ഞത്. ഈ ഹദീസ് പിടിച്ചാൽ, ഇമാമിങ്ങളെ തള്ളിയിട്ട് ഹദീസ് പിടിച്ചാൽ ആയിക്കോട്ടെ. എ ടി കരീം ഇപ്പൊ ചോദിക്കുന്ന 23 റക്അത്ത് നിസ്കരിച്ച്, എന്തായാലും ഈ 3.5 റക്അത്താണ് നിസ്കരിച്ചെന്നുള്ള വാദം കേൾക്കുന്നുണ്ടോ? അത് പറയും. കാരണം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി ആകെ ഒരു മാസത്തിൽ, റമദാൻ ആവട്ടെ അല്ലാത്ത മാസം ആവട്ടെ, ഒരു ദിവസം 3.5 ഇല്ല ഒരു റക്അ. എങ്ങനെയാ ഇപ്പൊ കണക്ക് പറയാ? 1/2 റക്അത്തിന്റെ താഴത്ത് എങ്ങനെയാണ് നബി നിസ്കരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് നബിയുടെ നിസ്കാരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അത് പറയാൻ പറ്റാത്തത്? അത് ഇമാമിങ്ങള് എന്നാ പിന്നെ ഇമാമിങ്ങൾ പറഞ്ഞു തീർന്നല്ലോ. 20 റക്അത്ത് പഠിപ്പിച്ചത് ആരാ? ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇമാമിനെ പറ്റൂല, ഇവിടെ ഇമാമിനെ പറ്റും. അതെന്ത് ന്യായാണത്? എനിക്കതാ മനസ്സിലാവാത്തത്. 20 റക്അത്ത് പഠിപ്പിച്ച ആ ഇമാമിനെ പറ്റൂല, എന്നാലോ 3.5 കഷ്ണാണ് നിസ്കരിച്ചതെന്ന് ആദ്യ ഇമാമിനെ പിടിച്ചിട്ടാണ് പറയുന്നത് താൻ. അപ്പൊ നിങ്ങളെ കൊണ്ടുവരുന്ന ഹദീസ് തന്നെ എന്തിന് രേഖയല്ല? നിങ്ങളുടെ വിഷയത്തിന് രേഖയല്ല. അത് വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വാദിച്ചോളി. ഒരു മാസത്തേക്ക് 11 റക്അത്തെ നിൽക്കാറുള്ളൂ എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ പിന്നെയും കേൾക്കാനൊരു ചോദ്യം ഉണ്ടാവും. അല്ലാതെ അതൊരു പ്രത്യേകമായ നിസ്കാരത്തെ കുറിച്ചാണ് എന്നും ആ ഹദീസിൽ ഇല്ല. ശ്രദ്ധിക്കണം, ഏത് നിസ്കാരത്തെ കുറിച്ചാണ് ആ ചോദ്യം എന്നും ആ ഹദീസിൽ ബാഹ്യമായിട്ടില്ല. ആ ഹദീസിലില്ല അതൊന്നും. രാത്രിയിലുള്ള നിസ്കാരമാണോ? അതും ആ ഹദീസിലില്ല. തറാവീഹ് ആണോ? അതും ആ ഹദീസിലില്ല. വിത്റാണോ? അതും ആ ഹദീസിൽ ഇല്ല. ഒന്നും ആ ഹദീസിൽ ഇല്ല. ഉള്ളതെന്തേ ഉള്ളൂ? ഒരു മാസം നബി 11 റക്അത്തെ നിർവഹിച്ചിട്ടുള്ളൂ എന്നേ ആ ഹദീസിലുള്ളൂ. പിന്നെ ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാരാണ് പറയേണ്ടത്. എന്താണ് ആ ഹദീസിന്റെ മാന? ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശർഹുൽ മുഹദ്ദബിൽ ഈ ഹദീസാണ് രേഖയാക്കുന്നത്. വിത്ർ 11 ഇമാമിങ്ങൾ പറയുകയാണെങ്കിൽ പറയട്ടെ. ഈ ഹദീസ് രേഖയാണ്. മകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ എന്ന ഹദീസ് രേഖയാണ്. ശർഹുൽ മുഹദ്ദബിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി ഉദ്ധരിക്കുന്നു. അത് വിത്റിനെ കുറിച്ചാണ്. വിത്റാണ് 11.
ഇമാമിങ്ങൾ പറയുമ്പോൾ ഇമാമിങ്ങളെ സ്വീകരിക്കണ്ടേ? ശ്രദ്ധിക്കാൻ. അപ്പോ ആ ഹദീസ് രേഖയല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഈ ശരിക്കും ശ്രദ്ധിക്കണേ, 11 കൂട്ടിയിട്ടില്ല എന്ന് പറയണ മുജാഹിദ് 11 ഇറ്റിങ്ങക്ക് അറിയാഞ്ഞിട്ടാണ്, വിവരമില്ലാഞ്ഞിട്ടാണ്. ഇതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ ഇപ്പൊ നേരത്തെ ഹദീസിൽ എന്താ ശരിക്കും ശ്രദ്ധിക്കും, 11 കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല ഇല്ലേ? അങ്ങനല്ലേ വന്നത് സുഹൃത്തുക്കളെ? അങ്ങനെ തന്നെയല്ലേ വന്നത്? ശ്രദ്ധിക്കാൻ ശബ്ദം ശ്രദ്ധിക്കും അല്ലേ? ഒരു മാസത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഇനി മുജാഹിദിന്റെ വാദത്തിന് വേണ്ടി ഒരു തസ്ലീമിന്റെ ജവാബ് കൊടുക്കാൻ സമ്മതിച്ചു. ശരി, 11 നിങ്ങൾ പറയും പോലെ നബി റമദാനിൽ തന്നെ അതും രാത്രിയുള്ള നിക്കാരത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ ആയിഷ ബീവി തറാവീഹിനെ കുറിച്ച് തന്നെയാണ് മറുപടി കൊടുത്തത് എന്നൊരു സാങ്കല്പികം ഒരു സമ്മതം ഞാൻ നടത്താം. അങ്ങനെ നടത്തിയാൽ തന്നെ എന്റെ ചങ്ങായിമാരെ ഒരു ഹദീസാ ഉള്ളത്. വേറെ ഹദീസ് നോക്കി, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി മിനൽ ലൈലി 13 റക്അ. ഉണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 റക്അത്ത് രാത്രി നിസ്കാരം നിർവഹിക്കാറുണ്ട്. ഉണ്ടാ അപ്പൊ 11 കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി തന്നെ, ഇമാം ബുഖാരി എന്ന് ഉദ്ധരിക്കുകയാണ്. ഇതേ ആയിഷ ബീവി എന്ന് പറയും, എന്റെ പോത്തികളെ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിലും ഉണ്ടാകുന്നോടെ എല്ലാം ഞാൻ അറിയായിട്ട് ചോദിക്കുക. 11 കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അതേ ആയിഷ ബീവി പറയാ 13 നിസ്കരിച്ചിട്ടുണ്ട് കേട്ടാ. അതെ, പിന്നെന്താ ചെയ്യാനൊന്നുമില്ല. ബൈക്കാത്തവന് പണിയെടുക്കരുത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പണിയെടുക്കാത്ത. ഞങ്ങളുടെ ഇമാമികൾ പറഞ്ഞ് പിന്തുടരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അറിയുന്ന ആൾക്കാർ പറയട്ടെ, അത് സ്വീകരിക്കുക. കണ്ട, ഇതേ ആയിഷ ബീബി എന്ന് പറയുന്നു എന്ത് 13 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അത് ആയിഷ ബീബി സാക്ഷിയാണ്. കണ്ട, ഇനിയോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച്. ഫഖാലത്, നബി തങ്ങളുടെ മറുപടി, കാന യുസല്ലി 13 റക്അ, 13 റക്അത്ത് നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട്. കണ്ടാ, 13 റക്അത്ത് നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനിയാ എത്ര ഹദീസുകള്! ഇനി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാണ്, അനവധി ഹദീസുകളിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന വേറെ ഒരു ഹദീസിൽ പറയുന്നു 13 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിക്കാറുണ്ട്. അനവധി ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ പിന്നെ ഇങ്ങനെ ഹദീസുകളെ കുറിച്ച് നമുക്ക് ഒരു മാർഗവും ഇല്ല എങ്കിൽ പിന്നെ അനങ്ങാതെ ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുക. എന്താണ് ശരിക്കും ശ്രദ്ധിച്ചോ. ഇനി സഹീഹ് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു ബാത ഇൻദ ഖാലതിഹി മൈമൂന, മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു രാത്രി താമസിച്ചു. ഫഖാമൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിന്റെ വീട്ടിൽ ഉണ്ടെന്ന്. നബി തങ്ങള് എഴുന്നേറ്റു. യുസല്ലി മിനൽ ലൈലി, രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫഖുംതു, ഞാനും എഴുന്നേറ്റു വേഗം. ഫതവദ്ദഅതു, ഞാനും വേഗം ഒതു കൊടുത്തു. സുമ്മ ഖുംതു അൻ യസാരി, നബിന്റെ ഇടത്തെ ഭാഗത്ത് പോയിട്ട് നിന്നു. ശ്രദ്ധിക്കണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെ പിടിച്ച് വലിച്ച് വലത്തെ ഭാഗത്തേക്ക് നിർത്തി. ശ്രദ്ധിക്കണേ. എന്നിട്ട് സുമ്മ സല്ലാ 13 റക്അ, അണ്ടാ 13 റക്അത്താണ് അവിടെ നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. മൈമൂന ബീവിന്റെ വീട്ടില് 13 റക്അത്താണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിർവഹിച്ചിട്ടുള്ളത്. അണ്ടാ, അപ്പൊ 11 കൂടിയോ? കൂടി. അപ്പൊ നേരത്തെ പറഞ്ഞ് ചോദിച്ച ആൾക്കും മനസ്സിലായിട്ടുണ്ട്, ഉത്തരം കൊടുത്ത ആൾക്കും മനസ്സിലായിട്ടുണ്ട്, ഉള്ള ഇമാമിങ്ങൾക്ക് മുഴുവനും തിരിഞ്ഞിട്ടുണ്ട്. തിരിയാത്തതാർക്കാണ്?
കുറച്ച് അന്തം കമ്മി മുജാഹിദിനല്ലേ, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ആ കാര്യം മനസ്സിലാവുന്നുണ്ട് എന്താണ്. ഓക്കെ, ഇനി എ ടി കരീം വന്നിട്ടുണ്ട്, ഞാൻ മൈക്ക് വിടാം. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കുന്നില്ല? ഹലോ ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശുക്രാൻ. അപ്പോ ഈ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് ഇമാം ബുഖാരിയുടെ കിതാബ് സലാത്ത് തറാവീഹ് എന്ന ഈ ബാബിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അവിടെ തറാവീഹ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് സഹീഹ് ബുഖാരി കിതാബ് സലാത്ത് തറാവീഹിലാണ് കൊടുത്തിട്ടുള്ളത്. അത് വേറെ വല്ല ഖിയാമിന്റെ വിത്തറിലാണോ കൊടുത്തിട്ടുള്ളത്? വിത്തർ എന്ന വല്ല ബാബുമുണ്ട് ബുഖാരിക്ക്? അതാണ് ചോദ്യം. മാത്രമല്ല, അതിനോടൊപ്പം ചോദിക്കുന്നു, عن سائب بن يزيد رضي الله عنه عمر رضي الله عنه പറയപ്പെടുകയാണ്. عن سائب بن يزيد أنه قال أمر عمر എന്താണ് കരീമേ ഇത് പറയണത്? നമ്മൾ ഇമാം ബുഖാരി എവിടെ കൊണ്ടുവന്നു എന്നുള്ളത് മൂപ്പര് മഴസൂമൊന്നും അല്ലല്ലോ. ഇമാം ബുഖാരി എന്താ ചെയ്തതെന്നുള്ളത് നമ്മൾക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഹദീസ് നിങ്ങൾക്ക് തെളിവില്ലല്ലോ. ഹദീസ് ബാബു കൊണ്ടുവന്നുള്ളത് അത് ബാബു കൊണ്ടുവന്ന റസൂലുള്ള അല്ലല്ലോ. ആ ബാബു കൊണ്ടുവന്ന റസൂലുള്ള അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11-നേക്കാളും കൂടുതൽ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല എന്ന് ആ ഹദീസിൽ ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? ഇതാ ഞങ്ങൾ പറഞ്ഞത്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 11-നേക്കാളും കൂട്ടിയിട്ടില്ല തറാവീഹ് എന്ന് ആ ഹദീസിൽ ഇല്ല. രാത്രിയുള്ള നിസ്കാരാണെന്നും ആ ഹദീസിലില്ല. അത് ഇശാഇന് ശേഷമുള്ള നിസ്കാരമാണെന്നും ആ ഹദീസിലില്ല. ഹദീസിലുള്ളത് പറ. ആ ഹദീസ് നിങ്ങൾ രേഖയാക്കുന്ന ഇമാം ബുഖാരിയുടെ ബാബാണ് നിങ്ങൾ രേഖയാക്കുന്നത് എങ്കിൽ അത് പറ. ഞങ്ങൾക്ക് തെളിവ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാബാണ്, ഹദീസ് അല്ല എന്ന് പറഞ്ഞോളി. ഓക്കെ, ഞാൻ മൈക്ക് കിട്ടു. എറ്റിക്കരി മൈക്ക് എടുത്തു. അപ്പൊ ഹദീസ് പണ്ഡിതനായ ലോകത്ത് ഇത് ബുഖാരി മുസ്ലിം കഴിഞ്ഞിട്ട് മറ്റുള്ള ഹദീസ് സ്വീകരിക്കാറുള്ള പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞ് സ്വീകരിക്കപ്പെടുന്ന ഹദീസാണ്, ഹദീസ് ഗ്രന്ഥമാണ് ബുഖാരി ഇമാമിൻ്റെത്. അത് നിഷേധിക്കുകയാണ് ഇപ്പൊ നമ്മള് വയ്യോൾ ഉസ്താദ്. ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചു, അൻ സായിബ് ഇബ്നു യസീദ് അൻഹു ഖാല അമറ ഉമർ ഇബ്നു ഖത്താബ് അബി ഉബയ്യ് ഇബ്നു ഖഅബ് വ തമീം ദാരി അൻ യഖൂമ ലിന്നാസി ബി 11 റകഅത്തൻ. മുവത്ത റക്കം 311. ബാബ് ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയുന്നു? സഈബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖഅബിനോടും തമീം ദാരിയോടും ജനങ്ങൾക്ക് ഇമാമായി 11 റകഅത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു. മുവത്ത ഹദീസ് നമ്പർ 311. ഇത് മൗദൂആയ ഹദീസാണോ? എന്താണ് ഇത്? അസ്വീകാര്യമാണോ? ഇത് സ്വീകരിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്വീകാര്യമാണോ? ഇത് സ്വീകരിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ മുഖത്ത് കണ്ടിട്ടുണ്ടോ? എറ്റി കരീമ ഒന്ന് അടിച്ചാട്ടെ, വേഗം അടിച്ചാട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാൻ വെച്ചിട്ടാ. നിങ്ങൾ ഈ മുഖത്ത് കണ്ടിട്ടുണ്ടോ? മുവത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചേക്കും. ഞാനിത് പറഞ്ഞു തീർക്കട്ടെ, അല്ലാതെ വേഗം ഇതായിട്ട് പോകാനാവില്ല. ഏതായാലും ആ ഹദീസ് പറഞ്ഞെടുത്ത് തന്നെ സുർഖാനി ആ വിഷയം പറഞ്ഞിട്ടില്ല ഹദീസിനെ കുറിച്ച്. പോരെ, നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചല്ലോ മൗദൂ ആണോ മറ്റേതാണോ സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല. അത് നിങ്ങൾ എവിടുന്നാണോ ഈ ഹദീസ് കണ്ടത് അവിടെ തന്നെ അവിടെ തന്നെ സുർഖാനി പറഞ്ഞിട്ടുണ്ട് എന്ത് ആ ഹദീസിന്റെ ഏത് ലെവലിലാണ് ആ ഹദീസിന്റെ അവസ്ഥ. അത് മുഹദ്ദിസീങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ആ മുവത്തഇന്റെ ശറഹ് തന്നെ ഉണ്ട്. പോരെ, ഞാൻ വൈകിട്ട്. എന്റെ ഫയ്യോൾ ഉസ്താദ് 36 റകഅത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞ് ഇമാമിയങ്ങളും ഈ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊരു സുന്നത്തായ നമസ്കാരമല്ലേ? ഇതിന് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തല്ലുകൂടാൻ വേണ്ടിയുള്ള പ്രശ്നം ഉണ്ടായി. 11 റകഅത്ത് നിസ്കരിച്ചാലും 23 റകഅത്ത് നിസ്കരിച്ചാലും എന്തായാലും ശരി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാൻ 11 കൂടുതൽ നിസ്കരിച്ചു, റമദാൻ അല്ലാത്തപ്പോൾ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ വണ്ണം തന്നെ എന്ത് വെച്ചാൽ സുബഹി നമസ്കാരത്തിന്
ബാങ്ക് കൊടുക്കാൻ 50 ആയത്തുകൾ ഉള്ള സന്ദർഭത്തിലാണ് ഇശാക്ക് ശേഷം തുടങ്ങിയ നമസ്കാരം സലാം വീട്ടിൽ നിർത്തുന്നത് തറാവിയെ. അപ്പൊ അത്രയും ദീർഘമായ നമസ്കാരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവിയെ. നമസ്കാരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവിയെ. ആണ്ടാ ഇപ്പൊ പറയാണിത് എന്തിനാണ് തല്ലുകൂടുന്നത്? ആരായി തല്ലുകൂടുന്നത്? 11 റക്അത്തെ ഏതെങ്കിലും മുജാഹിദിന്, സുഖമില്ലാത്ത മുജാഹിദീങ്ങൾക്ക് 11 നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഓല അത് നിസ്കരിച്ചോട്ടെ, ഞങ്ങൾക്ക് വരാതിയൊന്നുമില്ല. ഞങ്ങൾ തല്ലുകൂടാൻ തയ്യാറാവുണ്ടോ? ഞങ്ങൾ അതിനില്ല. മുജാഹിദിനൊക്കെ സുഖമില്ലാത്ത ഹൈസൻ മാന രണ്ടർത്ഥത്തിലും അസുഖം ബാധിച്ച മുജാഹിദിന് 20 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയ പ്രയാസം ഉണ്ടെങ്കിൽ ഓല് 11 നിസ്കരിച്ചോട്ടെ. ഞങ്ങൾ അതിനെ പറ്റി ഒന്നും പറയില്ല. കാരണം ഓർക്ക് 11 കഴിയുള്ളൂ. ശാരീരികമായതോ അല്ലെങ്കിൽ മാനസികമായതോ പ്രയാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാഹചര്യപരമായതോ ആയ പ്രയാസങ്ങൾ ഉണ്ടാവും, പോയിക്കോട്ടെ. പക്ഷെ 20 നിസ്കരിക്കണം ഞങ്ങളോട് പറയാണ് 11-നെക്കാളും കൂടുതൽ ബിദ്അത്താണ്. ഇതാരായി തല്ലിന് വരുന്നത്? ഞങ്ങളോ? അത് ശരി, അത് ബിദ്അത്താണ് എന്ന് വാദിക്കുമ്പോഴാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളൊക്കെ 20 റക്അത്ത് നിസ്കരിക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാരായ ഇമാമിയങ്ങളും അവര് കോടിക്കണക്കായ മനുഷ്യന്മാരും മഹാന്മാരും ഒക്കെ അവരൊക്കെ മുബ്തദീങ്ങളാണല്ലേ. എന്നിട്ട് നമ്മളോട് ചോദിക്കുക എന്ത് നരകത്ത് പോകുന്ന വിദേഹത്ത് എന്ന് പറഞ്ഞിട്ട് എന്തിനാ തല്ലുകൂടുന്നെന്ന് ചോദിക്ക്. മുജാഹിദ് മൗലവിമാരുടെ ചെവിക്കല്ല അടിച്ചാട്ടിയിട്ട് ചോദിക്ക്, അല്ലടോ എന്തിനാടോ ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത്? അത് അതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയൊരു പ്രസ്ഥാനല്ലേ കരീമേ. പിന്നെ ഓല അതല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ കരീമ് കുടുങ്ങിയപ്പോ പറയാ എന്തിനാണ് പയ്യോൾ ഇങ്ങനെ ഇതാക്കണത്? അതാ ഇതാണ് അവസ്ഥ. കുട്ടിയെ ഇനിയൊരു കാര്യം കേൾക്ക്. ഇത് ഞാനല്ല പറയണത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. വലന നമുക്കുള്ള രേഖ ആരാ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബി തലതൊട്ടപ്പൻ. തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ? അതിപ്പം പറയണ്ട, അതവിടെ കേട്ടെ. ഏതായാലും വഹാബിയുടെ തലതൊട്ടപ്പൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് പറഞ്ഞത് വലന നമുക്കുള്ള രേഖ ഉബയ്യ് നേതൃത്വത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ചപ്പോ 20 റക്അത്താണ്. ഇതാണ് നമുക്കുള്ള രേഖ. മുജാഹിദിന്റെ മൂക്കത്തേക്ക് വെറുതെ ചൂണ്ടിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുജാഹിദ് പറഞ്ഞ 11-നെക്കാളും കൂട്ടിയാൽ ബിദ്അത്താണ്. അപ്പൊ പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഔട്ട് ഓഫ് മുബ്തദിഅ അന്ത. സാലിഹ് ഹുസൈമിനോട് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു 20 റക്അത്താണ്, തറാവീഹ് 20 തന്നെയാണ്. പക്ഷെ ഒരാൾക്കിന് കഴിയൂലേ 2, 4, 6, 8 അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. അത് വാസി ആണ്. അത് വാസി ആണ്. വിഷയം വാസി ആണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് നിർവഹിക്കാം. 20 റക്അത്താണ് തറാവീഹ്. 20 റക്അത്തിൽ ഒരാൾക്ക് കഴിയുന്നത്ര നിസ്കരിച്ചോട്ടെ, അതിന് അവകാശമുണ്ട്. ആര്? സാലിഹ് ഹുസൈമീൻ. ഇനിയോ മുഹമ്മദ് മറ്റേ ഇബ്നു ജബരീൻ, ഷെയ്ഖ് ഇബ്നു ജബരീൻ മൂപ്പരും പറയാണ് റവാ മാലിക് അൻ യസീദ് ഇബ്നു റുമാൻ കാന الناس يقومون في زمن عمر رضي الله تعالى عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ബിസലാത്തിൻ റക്അ 23 റക്അത്താണ്. കണ്ടാ? വഅൻ അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അന്നഹു അമറ റജുലൻ യുസല്ലി ബിഹിം ഫീ റമളാന 20 റക്അ 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചത്. വഹാദാ കൽഇജ്മാ. ഇതാരാ പറഞ്ഞത്? ഇബ്നു ജബരീൻ പറയാൻ വഹാദാ കൽഇജ്മാഇ. ഇത് ഇജ്മാഇന് സമാനമാണ്. സഹാബത്തിന്റെ ഇജ്മാഇന് സമാനമാണ്. ഈ ഇജ്മാഇനെതിരെ സംസാരിക്കുന്ന വഹാബികളെ അങ്ങോട്ട് പിടിച്ചല്ലേ പറ്റൂ. എന്നിട്ട് ഇജ്മാ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയാ ഇജ് മുബ്തദിയാണ്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക ഇതിനാ തല്ലുണ്ടാക്കുന്നത്? പറഞ്ഞു കൊടുക്ക്. എല്ലാ വഹാബി മൗലവിമാരോടും പറ, സഹാബത്തിന്റെ ഇജ്മാഇനെ പൊളിക്കാൻ, ഇബ്നു ജബരീൻ ഇജ്മാ ആണെന്ന് പറഞ്ഞതിനെ പൊളിക്കാൻ, ഇബ്നു തീമിയ ഇജ്മാ ആണെന്ന് പറഞ്ഞതിനെ പൊളിക്കാൻ. എന്നിട്ട്
മുജാഹിദീങ്ങൾ ന്യായം പറയാം. മൈക്കിട്ട് കയറിയുമേ, ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഞാൻ സാഹിബിന് യസീദിന് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉബയ്യ് ഇബ്നു കഅബിനോട് തമീമി ദാരിയോട് ജനങ്ങൾക്ക് ഇമാമായി 11 റക്അത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു. ഇത് മൗദൂഅ ഹദീസാണോ എന്ന് ചോദിച്ചിട്ട് അതിന് ഉത്തരം പറഞ്ഞില്ലേ, അടുത്ത് വേറെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ 11 നമസ്കരിച്ചു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് റമദാനില്ല അല്ലാത്ത കാലഘട്ടത്തിൽ അതിന്റെ അടുത്ത് വേറെ ഹദീസ് ഉണ്ട് എന്നല്ല പറഞ്ഞത്. ആ ഹദീസിനെ കുറിച്ച് ആ ഹദീസിന്റെ ഷറഹിൽ സുർഖാനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മുവത്തഇന്റെ ഷറഹിൽ ആ ഹദീസിനെ കുറിച്ച് തന്നെ സുർഖാനി പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്താണ്? ഇനി അത് കൂടി കേൾക്കാൻ നിൽക്കണ്ട. റാവിക്കൊരു പിഴവ് പറ്റിയതാണ്. ആ 11 എന്ന് പറഞ്ഞത് റാവിക്ക് സംഭവിച്ച ഒരു വഹമാണ്. ഒരു എന്താ പറയാനെ പറ്റിയ മഹാന്മാരായ ആളുകളാകുമ്പോൾ അവർക്ക് പറ്റിയ ഒരു പിന്നെ വഹമ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണപ്പിശക്. അത് റാവിക്ക് പറ്റിയ ഒരു ധാരണപ്പിശകാണ് അവിടെ 11 എന്ന് പറഞ്ഞത് എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുർഖാനി നോക്ക്, മുവത്തഇന്റെ ഷറഹ് നോക്ക്, കാണും. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പോരെ? റാവിക്ക് പറ്റിയ അതെ ഇഷ്ടം പോലെ സക്കി ഉസ്താദ് അടിക്കുന്നത് ഇഷ്ടം പോലെ കണ്ടാ. അപ്പൊ വഹ്മ് പറ്റിയ ഒരു ഹദീസും പിടിച്ചിട്ടാണ് നടക്കുന്നത്. അതായത് റാവിക്ക് സംഭവിച്ച ഒരു വഹ്മ്, ആ വഹ്മ് സംഭവിച്ച ഒരു ഹദീസ്, ആ ഹദീസാണ് അത്. മനസ്സിലായില്ലേ? നമ്മയ്ക്കോട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാൻ എന്ന് ചോദിച്ച ആയിഷ ബീവിക്ക് തെറ്റ് പറ്റിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാ, ചങ്കരം തെങ്ങുമ്പ തന്നെട്ടാ. ഇപ്പോഴും ചങ്കരം തെങ്ങുമ്പ തന്നെ. കരീം ഇപ്പൊ വന്നതാ? എന്റെ കുഞ്ഞെ, ഞാൻ ഈ ഹദീസ് എത്ര നേരം ഇവിടെ വിശദീകരിച്ചതാണ്, എത്ര നേരം വിശദീകരിച്ചതാണ്. ബാബക്ക ഒരു മിനിറ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് വരാം. എനിക്ക് ഒരു കടയിൽ നിന്നൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് റൈസ് ആൻഡ് ചെയ്ത് ബാബക്കൊന്ന് മുകളിലേക്ക് ജസ്റ്റ് കുറഞ്ഞ സമയം. ഇൻഷാ അല്ലാഹ് ബാബക്ക വന്നിട്ടുണ്ട്. സംസാരം എത്തിക്കരീമ് തുറന്നോളൂ. 5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വരും. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه الفائزين. أما بعد. إن شاء الله പയ്യോളി ഉസ്താദ് ഉടനെ തിരിച്ചെത്തും. പിന്നെ ഞങ്ങൾ നാട്ടുകാർ തമ്മിലൊന്ന് പരിചയം പുതുക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു പയ്യോളി ഉസ്താദ് ഭാവം ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞത്. അത് സക്കി ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഏതായാലും ഞങ്ങള് പിന്നെ നാട്ടുകാരെ ലോകിയൊന്നും ഇപ്പൊ പറയുന്നില്ല. കരീമ ചോദിച്ചത് ഒരു കളവ് കരീം അവിടെ ഇടയെ കയറ്റി, ഒരു കളവ് കരീം അതിന്റെ ഇടയെ കയറ്റി. അതായത് സാഹിബുബിൻ യസീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, മുവത്തയിലെ സാഹിബുബിൻ യസീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് പറഞ്ഞെടുത്ത് പിന്നെ അത് ഇമാം ദുർഖാനി തങ്ങള് മുവത്തയുടെ ഷറഹില് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് കരീം പറഞ്ഞപ്പോ, കൊയ്യോളി ഉസ്താദ് പറഞ്ഞപ്പോ ആ ഹദീസിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. വേറെ ഹദീസ് ഉണ്ട് എന്നാ പറഞ്ഞത്. ആ ഹദീസിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല, വേറെ ഹദീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കളവ് കരീം അതിന്റെ ഇടയിൽ കയറ്റാൻ നോക്കി. പക്ഷെ എന്ത് ചെയ്തില്ല, കരീമ അതിനെ കുറിച്ച് അല്ല പറഞ്ഞത്, വേറെ ഹദീസ് പറയുകയായിരുന്നില്ല. മറിച്ച് ആ ഹദീസിന്റെ ഷറഹിൽ ഇമാം ദുർഖാനി തങ്ങള് അത് റാവിക്ക് പറ്റിയ വഹ്മാണ് എന്ന് പറഞ്ഞു എന്നാണ് പയ്യോളി സാർ. അതൊക്കെ തിരിയപ്പോ എന്താ വഹ്മ്, എന്താണ് ദുർഖാനി, എന്താണ് ഷറഹ്, എന്താണ് ഹദീസ്, അതൊക്കെ തിരിയെങ്കിലല്ലോ ഉള്ളത്. ഇപ്പൊ അഷ്റഫ് മൗലവി കൊടുക്കുന്ന കുറിപ്പേറ്റ് വന്നതല്ലേ, പാവം സാരല്ല. പിന്നെ കരീമിന്റെ ഇപ്പത്തെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിഷയം പറഞ്ഞിട്ട് കരീം എന്താണ് ചോദിച്ചത്? കരീം ഒന്നും കൂടി ചോദിച്ചേ, ചോദ്യം ഒന്ന് ആൾക്കാർക്ക് തിരിഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞില്ല, ഹദീസ് ഇപ്പൊ വിട്ടു അല്ലേ?
നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കരീമ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെയും നമ്മൾ ഇത് തന്നെ ഈ ഇടിച്ചതിനെ അരച്ചതിനെ ഇടിച്ചതുകൊണ്ട് കാര്യമല്ല. ഇപ്പൊ സാഹിബ് ഇബ്നു അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് മുവത്തയിൽ നിങ്ങൾ കൊണ്ടുവന്ന ഹദീസിന്റെ വിഷയം നമുക്ക് തീരുമാനമായോ? സാഹിബ് ഇബ്നു അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് തീരുമാനമായോ? ഇല്ലെങ്കിൽ അതിന്റെ നമുക്ക് ചർച്ച ചെയ്യണം. നമുക്ക് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിനെ കുറിച്ച്, ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിനെ കുറിച്ച് ഇവിടെ നടന്നു, ആ ചർച്ച നടന്നു. അപ്പൊ കരീം ഒന്നില്ലെങ്കിൽ ആയിഷ ബിബിയുടെ ഹദീസ് ചോദിച്ചോളൂ, എന്താ നിങ്ങളുടെ സൗകര്യത്തിന്. കരീം മൈക്കിലേക്ക് വന്നോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. ബാവാമീർ, ഞാൻ ബാവാമീറോട് എങ്ങനെയല്ല ചോദിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് നമ്മളെ പയ്യോട് ഉസ്താദിനോട് കാര്യം ചർച്ച ചെയ്തിരുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയമില്ല, അവർക്ക് സങ്കല്പത്തിലൊരു അള്ളാഹുവിനെയാണ് പരിചയം ഉണ്ടായിരുന്നത്. അപ്പോൾ മക്ക മുശ്രിക്കുകളൊക്കെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ ആ കാറ്റും കോളും പിടിപെട്ട് കപ്പൽ മറിയാനൊക്കെ പോകുമ്പോൾ അവർ മുഖലിസ് ആയിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ആയത്ത് ഞാൻ ഓതിയിരുന്നു. അപ്പോൾ അത് ആ നമ്മൾ വിളിച്ചത് വാർക്കുന്ന അള്ളാഹുവിനോടല്ല, അത് സങ്കല്പത്തിലൊരു അള്ളാഹുണ്ട്, ആ അള്ളാഹുവിനെ അവർ വിളിച്ചത് വാർക്കുണ്ട്. ഇതിനെ കുറിച്ച് എന്താ ബാവാമീറാന്റെ അഭിപ്രായം? അത് അവര് നമ്മൾ വിളിച്ചത് വാർക്കുന്ന അള്ളാഹുവിനെ തന്നെയാണോ അത് വിളിച്ചിരുന്നത്, അതോ സങ്കല്പത്തിലെ ഒരു അള്ളാഹുവിനെ ഉണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ടൊരാള് സൂറത്തുൽ കാഫിറൂനെ ഓതിയായിരുന്നു. ഒരാള് സൂറത്തുൽ കാഫിറൂനെ കാണാതെ സൂറത്തുൽ കാഫിറൂനെ ഓതിയപ്പോ മൂപ്പർ എന്ത് പണി ചെയ്തു? മൂപ്പർ ഇങ്ങനെ പെട്ടെന്ന് മൂപ്പർക്ക് എവിടെയോ ചോട് വഴച്ചു. മൂപ്പര് കുല്യായ്യുൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂന വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് കുല്യായ്യുൽ കാഫിറൂൻ നിന്ന് കിട്ടാതായപ്പോ മൂപ്പർ കുറെ കഴിഞ്ഞപ്പോ മൂപ്പർ പറഞ്ഞത് ഹബിലുമ്മി മസദ് എന്ന് പറഞ്ഞു. അത് ഹബിലുമ്മി മസദ് എന്ന് പറഞ്ഞ ഒരു സൂറത്തിന്റെ നിർത്താണെന്ന് മൂപ്പർക്ക് അറിയാം. ഹബിലുമ്മി മസദ് എന്ന് പറയുന്ന ഒരു പക്ഷെ അത് കുല്യായി സൂറത്തുൽ കാഫിറൂന്റെ നൃത്തമല്ല, അത് വേറൊരു സൂറത്താ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യാണ് കരീം? ഇപ്പൊ നമ്മള് അതേ പയ്യോട് ഉസ്താദ് എന്നല്ല പഠിച്ചോന്നെ റൂഹൻ ജസദപ്പെടുപ്പുണ്ടായിരുന്നത്. നിങ്ങൾ നേരത്തെ മക്കാ മുശ്രിക്കുകളുടെ വിഷയം ചർച്ച ചെയ്ത് ചെയ്താൽ നിങ്ങൾ പോയല്ലോ. മക്കാ മുശ്രിക്ക് വിഷയം ചർച്ച ചെയ്ത് അതേ പയ്യ ഉസ്താദ് എന്ന് റൂഹൻ ജസദ് ഇപ്പങ്ങളെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കാലപത്രായത് വന്ന് 20 റക്അത്താണെന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബിനോട് ഉദ്ധരിച്ചു, ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ചു, ഒക്കെ ഉണ്ടായി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് 4 സുജൂദ് അധികം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ നരകാവകാശികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക രംഗത്ത് ഒരു ഭിന്നത ഉണ്ടാക്കിയത് ആരാ കരീമേ? എന്നിട്ട് ഇപ്പൊ തല്ലൂടണ്ടെന്ന് അങ്ങനെ ആ കിട്ടുന്നത് കിട്ടുമ്പോ തിരിയും. കിട്ടുമ്പോഴാണ് പണ്ടെടുത്തനെ കാര്യമായിട്ട് തല്ലാൻ പോയി മറുപുറത്ത് തല്ലും കണ്ട് കിട്ടിയപ്പോ മുമ്പ് പറഞ്ഞത്ര ഞാനിതൊരു തമാശക്ക് ചെയ്തതല്ലേ, നിങ്ങളിപ്പോ ഇത്ര കാര്യമാക്കിയോന്ന് ചോദിച്ചോലോ. മറുപുറത്തുനിന്ന് തല്ലി കണ്ട് കിട്ടിയപ്പോഴും പറയുന്നത് ഞാനൊരു തമാശ കാട്ടിയതാണ്, നിങ്ങളത് കാര്യമാക്കിയെന്ന് വെച്ചോലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കരീമിന് ഇപ്പം എന്ത് ചെയ്താണ്
ാണ് കിട്ടിയപ്പോഴാണ് കരീമിന് തോന്നുന്നത് എന്ത് പിന്നെ അതിനിപ്പോ കാര്യത്തിന് അങ്ങനെ തല്ലുകൂടണമെന്ന്. അപ്പൊ നിങ്ങളിപ്പോ ഈ സാഹിബുൽ അസീസിന്റെ ഹദീസ് ഒന്നുകിൽ സാഹിബുൽ അസീസ് റളിയല്ലാഹു തആലാന്റെ ഹദീസ് മറ്റൊരിടത്തേക്ക് വരാം, നമുക്ക് പയ്യോൾ ഉസ്താദ് വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഇനി പയ്യോൾ ഉസ്താദ് എത്തിയില്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, മക്കാ മുശ്രിക്കുകളുടെ തൗഹീദ് നമുക്ക് ചർച്ച ചെയ്യാം, പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, തറാവീഹിന്റെ കാര്യത്തിൽ ഞാൻ സുല്ലിട്ട് അതായത് തറാവീഹിന്റെ ചർച്ചയ്ക്ക് ഇനി ഞാനില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാലൊന്നും നമുക്ക് തീരുമാനിക്കാം. ഞാൻ മൈക്ക് വിളിച്ച് ഓപ്ഷനിലാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് തറാവി ചർച്ചയ്ക്ക് ഇതിലേക്ക് തറാവീഹിന്റെ വിഷയത്തിൽ ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല, എന്റെ ബാറ്ററി ചാർജ് തീർന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ മക്കാ മുശ്രിക്ക് തൗഹീദിൽ പോകാം. ഞാൻ വിളിച്ചു